നമുക്കടുത്ത് വന്ന് ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദിയോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 2 Thessalonians chapter 2 verses 14 and 15. ഹല്ലേലൂയ. ആരെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നമ്മളെന്ത് ചെയ്യുന്നു? നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അടുത്തത് ആമേൻ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ എന്തിനു വേണ്ടിയാണ് രക്ഷയ്ക്ക് വിളിച്ചതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. അവൻ്റെ തേജസ് മഹത്വം പ്രാപിക്കുവാനാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ മഹത്വം ദൈവമക്കൾ പ്രാപിക്കും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ തേജസ്സുള്ളവനായി സൃഷ്ടിച്ചു. തേജസ്സും മഹിമയും ഒക്കെ അവനെ അണിയിച്ചിരുന്നു. എന്നാൽ അവൻ എങ്ങനെയാണത് നഷ്ടമാക്കിയതെന്ന് ഹല്ലേലൂയ നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നു. ലംഘനം നിമിത്തം, പാപം നിമിത്തം, അറിയാത്തത് ഹല്ലേലൂയ ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്തത് നിമിത്തം അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കേണ്ട സ്ഥാനത്ത് സാത്താനെ അനുസരിച്ചപ്പോൾ അവൻ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ തേജസ് നഷ്ടമായി. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 23 അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? എല്ലാവരും പാപം ചെയ്ത, ഒരു വ്യത്യാസവുമില്ല. ആർക്കും പുകഴാൻ കഴിയത്തില്ല ഞാൻ പാപിയല്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. എന്ത്? എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും പാപം ചെയ്തു, അത് നിമിത്തം ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ ഹല്ലേലൂയ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ പരമയാഗമായി അവനെ ഇന്നും പരസ്യമായി ലോകത്തെ നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതാണ് ക്രൂശ്. ആ ക്രൂശെന്ന് ഹല്ലേലൂയ ലോകത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ക്രൂശിനെ കാണുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക്, പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം എന്തെന്നറിയാത്തവനേ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായവൻ ലോകത്തിലേക്ക് അയച്ചു. അത് നിമിത്തമാണ് ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശി മരണത്താൽ നമുക്ക് എന്താണ് ലഭിച്ചത്? പ്രൈസ് ദ ലോർഡ്. നോക്കൂ, അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. റോമാലേഖനം 5-ന്റെ 2-ാം വാക്യത്തിൽ 1-2 വാക്യങ്ങൾ.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടുള്ള സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രശംസിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. പാപം ചെയ്ത മനുഷ്യന് ദൈവവുമായി സമാധാനം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ കഴിയാതെ പോകുന്നു. നോക്കൂ, പാമേൻ ദാവീദ് പോലും പറയുന്നത്, തൻ്റെ സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കേട്ടതാണല്ലോ. ദാവീദ് എന്താ പറയുന്നത്? ആമേൻ, ദാവീദിന് അവന് പോലും തുറക്കാൻ വയ്യ. ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ, നേരത്തെ സ്തുതിച്ചതുപോലെ സ്തുതിക്കാൻ കഴിയാതെ പോകുന്നു. ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. നാം പരിശുദ്ധാത്മാവ് പോലും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാകുന്ന വലിയ ഭയം അവനെ പിടിച്ചു കുലുക്കുന്നു. വല്ലാത്ത നിലയിൽ ഭയപ്പെടുന്നതായ ദാവീദാണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. അതെ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഈ ജീവിതത്തിൽ ആമേൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യമാണ്. ക്രിസ്തുവിൽ കൂടെ നമ്മൾ ലഭിച്ചതായ വലിയ ആത്മരക്ഷ. ഇതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നിത്യമായ രക്ഷയ്ക്കായി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്നേഹിച്ചതായ സ്നേഹം നിമിത്തം ഇവിടെ പറയുന്നത് എന്താണ്? നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവിന്റെ നാമപ്രവചന പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അതൊരു വലിയ പ്രത്യാശയുണ്ട്. ആമേൻ, നമ്മുടെ തേജസ് തിരികെ കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. തേജസ്സിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നത്. നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത് ആ മഹത്വം പ്രാപിക്കാനാണ്, ആ തേജസ് പ്രാപിക്കാനാണ്. അത് തിരികെ കിട്ടുന്നുള്ള പ്രത്യാശ നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ എന്നാണ് ഇവിടെ പറയുന്നത്. അത് 8-ാം അധ്യായം റോമാലേഖനം 8:18 വായിക്കുമ്പോൾ അവൻ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ കേട്ടു. Praise the Lord. Hallelujah. അതിന് മുകളിൽ വായിക്കുന്ന 16 നാം ഇങ്ങനെ വായിക്കുന്നു. എന്താ വായിക്കുന്നത്? 15 വായിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. നമ്മൾ ദാസ്യത്തിന്റെ ആത്മാവ്, അതോ സാത്താന്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് കിടക്കുന്നവൻ ദാസ്യത്തിന്റെ ആത്മാവാണ്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ളൊരു ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്. പിന്നെയോ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. അബ്ബാ മീൻസ് ഡാഡി. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ഡാഡി എന്ന് വിളിക്കുവാൻ, അബ്ബാ എന്ന് വിളിക്കുവാൻ അങ്ങനെ ഒരുതായ ഹല്ലേലൂയ ഒരു വലിയ ഹല്ലേലൂയ അനുഗ്രഹം പിതാവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. We became the children of God. അവൻ നമ്മളെ അവന്റെ മക്കളാക്കി തീർത്തത് കൊണ്ട് ഹല്ലേലൂയ പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്ത് പറയുന്നു? സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവവുമായി ബന്ധപ്പെടും, ദൈവവുമായി ജീവിക്കുന്ന, ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. മക്കളാണ്. അവന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം കർത്താവ് തന്നു. നീ മക്കളാണെങ്കിൽ എന്തുണ്ട്? അവകാശികളാണെന്ന് ഇവിടെ പറയുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ്. ഹല്ലേലൂയ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണം? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അല്പമെങ്കിലും കഷ്ടം സഹിക്കുവാനുള്ള ആ ഒരു ഹല്ലേലൂയ താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഒരു ആരാധനയ്ക്ക് പോകുവാനോ വരുവാനോ, ഹല്ലേലൂയ ദൈവമക്കളെ ശുശ്രൂഷിക്കുവാനോ, നമ്മുടെ ഭവനം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനോ, ഇങ്ങനെ അല്പമെങ്കിലും നമ്മൾ കഷ്ടങ്ങൾ സഹിച്ചാൽ ചിലരൊക്കെ പറയാറുണ്ട്, വീടൊക്കെ ക്ലീൻ ചെയ്യാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥന നടത്താൻ അതുകൊണ്ടാണ് പ്രയാസം. അയ്യോ, അല്പമെങ്കിലും നിനക്ക് ഹല്ലേലൂയ
ഹല്ലേലൂയ, കഷ്ടം സഹിക്കാൻ വയ്യ എങ്കിൽ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ വയ്യ എങ്കിൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നമ്മുടെ കർത്താവിനോടുകൂടെ ഹല്ലേലൂയ അവന്റെ തേജസ് പ്രാപിക്കുവാൻ കഴിയും ദൈവമക്കളെ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഹല്ലേലൂയ ഒരിടത്ത് ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ കാലിഫോർണിയയിൽ ആമേൻ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയുള്ളതാകുന്ന ഇംഗ്ലീഷ് ചർച്ചിലാണ് അവിടെ ശുശ്രൂഷിച്ചതായ സമയത്ത് ആമേൻ ഒരു ഫാമിലി ഞാൻ ശുശ്രൂഷിച്ചത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു ഫാമിലി ഒരു കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആ സ്ത്രീ എൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ തരുമ്പോൾ ആ കുഞ്ഞിന് 104 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളതായിട്ടാണ് പിന്നീട് അവരത് എന്നോട് പറഞ്ഞത്. അവർ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ മടക്കി കൊടുത്തപ്പോൾ അവർ വീണ്ടും തെർമോമീറ്റർ എടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് 98 ഡിഗ്രി ടെമ്പറേച്ചറായി മാറുവാൻ ദൈവം അതിനെ സൗഖ്യമാക്കിയെന്ന് അവർ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുമായി സംസാരിപ്പാനിടയായ ഒരു ഫാമിലി, റഷ്യയിൽ നിന്ന് വന്നതായ റഷ്യൻ ഫാമിലി ആയിരുന്നത്. ആ ഫാമിലിക്കാർ അവിടെ വന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടേതാകുന്ന ആ ഉത്സാഹവും താല്പര്യവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയുണ്ടായി, എൻ്റെ അമ്മ സുവിശേഷത്തിനു വേണ്ടി വളരെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ അവരുടെ ആ മുനിസിപ്പൽ ഏരിയയിൽ അവിടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നതിന് ഗവൺമെന്റ് അലൗഡ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥന ചെയ്താൽ അവർ ഫൈൻ കൊടുക്കേണ്ടി വരുമെന്ന്, അവർ ഗവൺമെന്റിന് ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്നുള്ളതായ നിയമം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇവിടെയൊക്കെ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്താൽ ഫൈൻ അടയ്ക്കേണ്ടതുപോലെ അവിടെ അതുപോലൊക്കെ തന്നെയാണ്. ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ അതിന് ഫൈൻ അടയ്ക്കണം. അങ്ങനെ ഫൈൻ അടയ്ക്കുന്നതായ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ അമ്മ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. ആ മാതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ മാതാവ് മാത്രമായിരുന്നു അവരുടെ വീട്ടിലെ സോഴ്സ് ഓഫ് ഇൻകം. വീട്ടിനകത്ത് വേറെ ആരും ജോലി ചെയ്യുന്നവരോ ആരുടെ ത്രൂ ഇൻകം ഇല്ലായിരിക്കുമ്പോൾ ഈ മാതാവിന് കിട്ടുന്ന 80 റൂബിൾസ്, ആ ഒരു മാസം മുഴുവനും ജോലി ചെയ്താൽ കിട്ടുന്നത് 80 റൂബിളാണ്. ആ 80 റൂബിളിനകത്ത് നിന്നാണ് ഓരോ ആഴ്ചയിലും 10 റൂബിൾസ് 10 റൂബിൾസ് എവറി വീക്ക് ആ മുനിസിപ്പാലിറ്റിക്കാർ ആളുകൾ, അതിൻ്റെ റെസ്പോൺസിബിൾ ആളുകൾ അവിടെ വരും. അവർ ഒരു റെസിപ്റ്റ് എഴുതി കൊടുക്കും. അവർക്ക് 10 റൂബിൾ കൊടുത്തു വിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 റൂബിൾസ് പെർ മന്ത്. അവർക്ക് കിട്ടുന്ന 80 റൂബിൾസിൽ നിന്ന് 40 റൂബിൾസ് അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന നടത്താനായിട്ട് ഈ സ്ത്രീ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ മാതാവ് കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചോക്ലേറ്റ് പോലും വാങ്ങിച്ച് തരാനായിട്ട് നിങ്ങളുടെ മമ്മിയുടെ കയ്യിൽ പണമില്ലായിരുന്നു. അത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ പ്രയാസം കണ്ടിട്ട് അവിടെയുള്ള കുടുംബങ്ങളെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ളതാകുന്ന ഒരു ഓർഡർ വരികയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ എംബസിയിൽ നിന്ന് അവരന്വേഷിച്ചു ആരൊക്കെയാണ് ഇവിടെ നല്ല ക്രിസ്ത്യാനികളായിട്ടുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ ഈ കുടുംബത്തിൻ്റെ പേരാണ് ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ലിസ്റ്റിൻ്റെ ടോപ്പിൽ ഈ കുടുംബത്തിൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാ കുടുംബമായിട്ട് അമേരിക്കയിലേക്ക് വരുവാനും ഇവിടെ അദ്ദേഹം പറയുണ്ടായി, എൻ്റെ അമ്മയെന്ന് അതിനുവേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ട് ഇന്ന് ഞങ്ങൾ വളരെ സുഭിക്ഷമായി ഇവിടെ കഴിയുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വളരെ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു. പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ഗാഡ്, ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ ഹല്ലേലൂയ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും, ഏതെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? കഷ്ടങ്ങൾ
സഹിച്ചേ മതിയാകുള്ളൂ. വേദനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, നഷ്ടങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ നഷ്ടമാണെന്ന് കരുതരുത്. സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നത് ഒന്നും നഷ്ടമല്ല, അതെല്ലാം നമുക്കൊരു അനുഗ്രഹമായി മാറ്റുന്ന ഒരു ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ സന്തോഷിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് പറയുകയാണ്, എന്താണ് 18-ൽ വായിക്കുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമ്മളിലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനകളോ, ഇന്ന് നാം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളോ ഏതുമില്ല, അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മളിലൊരു തേജസ് വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ 27-ാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യഹോവയുടെ വെളിച്ചം എൻ്റെ രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമക്കളെ, നമുക്ക് കർത്താവ് നമ്മളെ വെളിച്ചമായിരിക്കുമ്പോൾ ആ യേശു നമ്മളെ വെളിച്ചങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അവൻ നമ്മളെയും വെളിച്ചമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ വെളിച്ചം നമുക്ക് പകർന്നിരിക്കുന്നത്? ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാനാണ്. പ്രൈസ് ദി ലോർഡ്. അനേകരെ വെളിച്ചം ആക്കി തീർത്തതായ ദൈവസ്നേഹം എത്ര വലിയതാണ്. നമ്മളിലും ഈ വെളിച്ചം പ്രകാശിക്കുന്നുണ്ടെന്നുള്ളത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. നമ്മളത് ഓർത്തിരിക്കുക. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പ്രാവശ്യം ഓസ്ട്രേലിയൻ ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് പോയ സമയത്താണ് അവിടെ ഞാൻ ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കരമുയർത്തി പ്രാർത്ഥിച്ചു. ആ സമയം കഴിഞ്ഞതിന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ഓസ്ട്രേലിയക്കാരൻ ബ്രദർ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? ഞാൻ ചോദിച്ചു, ഓക്കെ, യു ക്യാൻ ഡു ദാറ്റ്. അങ്ങനെ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായി ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവവചനം പറയുന്നു, ദൈവം നമ്മളെ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രകാശം പ്രകാശിക്കേണ്ട സമയത്ത് മറ്റുള്ളവർക്ക് അത് പ്രകാശിച്ചു കൊടുക്കുവാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ആരാണെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അവൻ നമ്മളെ വെളിച്ചമാക്കി മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി. പി എസ് സാമുവേൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ദൈവസന്നെ വിശ്രമിക്കുന്ന ഒരു ദൈവദാസനാണ്. റായപ്പൂരിൽ അദ്ദേഹം ഹല്ലേലൂയ നാളുകൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ആ ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം ഡൽഹിയിൽ ഹല്ലേലൂയ പോയതിനു ശേഷം ഡൽഹിയിൽ നിന്ന് താൻ മടങ്ങി റായ്പൂരിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ യാത്ര അയക്കാൻ വന്നതായ സഹോദരന്മാർക്ക് വേണ്ടി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരുന്നതായ ഒരു ഹല്ലേലൂയ ഒരു അവിടുത്തെ റെയിൽവേയിലെ ഒരു ഓഫീസർ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നും ഇതുപോലെ പ്രകാശം പോകുന്നതായി, ആ വലിയൊരു പ്രകാശം ആ ദൈവദാസൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്നതായി അദ്ദേഹം കാണുകയുണ്ടായി. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ റെയിൽവേ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ ട്രെയിനിൽ തന്നെ അതിനകത്ത് തന്നെ കയറി അയാൾ പോകുന്നതായ ആ ട്രെയിനിൽ കയറിയിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അയാൾ റെയിൽവേയുടെ അതോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ജോലിക്കാരനായതുകൊണ്ട് നല്ലൊരു ഓഫീസറായിരുന്നുകൊണ്ട് അദ്ദേഹം ടിക്കറ്റൊന്നും അദ്ദേഹം എടുത്തില്ല, കാരണം അയാൾ ജോലിയിലായിരുന്നു. പക്ഷെങ്കിൽ ചാടിക്കയറി ട്രെയിൻ പോകുന്നത് കൊണ്ട് ചാടിക്കയറി അദ്ദേഹത്തിനോട് കൂടെ യാത്ര ചെയ്തു. ഒടുവിൽ അദ്ദേഹം റായ്പൂർ വരെയും യാത്ര ചെയ്തു. ഒടുവിൽ അവിടെ ചെന്ന് ശാനപ്പെട്ടിട്ടാണ് മടങ്ങിപ്പോകുന്നതെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. കാരണം ആ വഴിയിലെല്ലാം പോയിടത്തെല്ലാം യേശുവിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് മടങ്ങിപ്പോകുന്ന സന്തോഷത്തോടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതും
ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ തൻ്റെ മഹത്വത്തിനാക്കി വിളിച്ചിരിക്കുകയാണ്. അവൻ്റെ തേജസ് പ്രാപിക്കാനല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മഹത്വം പ്രാപിക്കണമെന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ പണങ്ങൾ സമ്പാദിച്ചു കൂട്ടി ഇവിടെ ഏതെങ്കിലും പേര് ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ തേജസ് പ്രാപിക്കണം, അവൻ്റെ മഹത്വം പ്രാപിക്കണം. അതിനായി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആരെയാണ് സേവിക്കുന്നതെന്നുള്ള കാര്യം നാം ഓർക്കുക. 1 തീമോഥെയോസ് 3:16 വായിക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വായിക്കാൻ കഴിയുന്നത്? 1 തീമോഥെയോസ് 3:16 നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അതെ, വായിച്ചു. അതെ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവമർമ്മത്തിൻ്റെ ഹല്ലേലൂയ വലിയ ദൈവമർമ്മം, ദൈവഭക്തിയുടെ മർമ്മമാണ്. നമ്മൾ ദൈവഭക്തരായി ജീവിക്കുന്നതിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം എന്താണ്? വലിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് പൗലോസ് ഇവിടെ എഴുതുന്നതായ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? ആരെയാണ് നമ്മൾ ഹല്ലേലൂയ ആമേൻ ഉയർത്തേണ്ടത്? ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്? ആരെയാണ് നാം ആരാധിക്കുന്നത്? നമുക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട ഒരുവനുണ്ട്. ആ കർത്താവ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് അവൻ പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ അവൻ എന്ത് ചെയ്തു? പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ഒടുവിൽ എന്ത് ചെയ്തു? തേജസ്സിലെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ജാതിയുടെ ഇടയിൽ അവൻ പ്രസംഗിച്ചു. ആ പ്രസംഗം എന്ത് ചെയ്തു? ലോകം വിശ്വസിപ്പാനിടയായി, അനേകർ യേശുവിൽ വിശ്വസിക്കുവാൻ സംഗതിയായി. ഹല്ലേലൂയ. കർത്താവ് ഞാനോ ഉയർത്തപ്പെട്ടാൽ നിങ്ങളെല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതേ, അവൻ തേജസ്സിലാണ് എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്കരിക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, അവൻ എടുക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അവൻ തേജസ്സോടെ മഹിമയോടെ എഴുന്നള്ളുന്നവനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആ യേശു മടങ്ങി വരുവാൻ സമയമായി. അന്ന് ഹല്ലേലൂയ അവനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ്, അവനെ ക്രൂശിക്കുവാനായി ഹല്ലേലൂയ ആക്രോശിച്ചതായ ആമേൻ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, ആമേൻ അന്നുള്ളതാകുന്ന ജനങ്ങൾ, റോമൻ പടയാളികൾ, ആ പ്രിയപ്പെട്ടവരൊക്കെയും ഹല്ലേലൂയ അവൻ്റെ പേർ അന്ന് മുൾക്കിരീടം അണിയിച്ചവർ, ഇവരൊക്കെയും യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ മുഴങ്കാലം അടക്കുന്ന ദിവസമുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും മുഴങ്കാലം അടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റാപ്ചറിൻ്റെ സമയത്തെക്കുറിച്ചല്ല, ക്രിസ്തു സാക്ഷാൽ രണ്ടാമത് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരുന്ന സമയമുണ്ട്. അന്ന് ഹല്ലേലൂയ സകല ജാതികളും, അന്ന് ജീവനോടെ ഇരിക്കുന്ന എല്ലാ ജാതികളും, എല്ലാ അധികാരികളും, എല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ സ്നേഹിക്കാത്ത സകലവരും അന്നവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ദിവസമാണ്. അന്നവൻ പാറകളോടും
മലകളോടും ഹല്ലേലൂയ മറ്റുള്ളതാകുന്ന മലകളോടും ഒക്കെ ഒരു നിലവിളിച്ചു പറയും, ഞങ്ങളെ മൂടുവീൻ. കുഞ്ഞാടിൻ്റെ കോപം ഞങ്ങളെ ഹല്ലേലൂയ ദഹിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ഞങ്ങളെ സൂക്ഷിക്കണം, ഞങ്ങളെ മറപ്പീനെന്ന് പറയുന്ന ദിവസം വരുന്നുണ്ട്. ലോകത്തിൽ അങ്ങനെയുള്ള സമയത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ദൈവമക്കളുടെ റാപ്ചറിൻ്റെ സമയം അടുത്ത വാതിക്കലായിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സമാധാനം ഇന്ന് നടക്കും, നാളെ നടക്കുമെന്നൊക്കെയും പറഞ്ഞുകൊണ്ട് അനേക ദിവസങ്ങളായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി പാടുപെടുന്നു. പക്ഷെങ്കിൽ ഒരിടത്തും ഒരു സമാധാനം കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് വരുവോളം ഈ ലോകത്തിന് സമാധാനം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം നീങ്ങുന്നു. പ്രകൃതികൾ എത്ര മാത്രമാണ് ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന. അമേരിക്കയിൽ തന്നെ നമ്മൾ ഇന്നലെ ന്യൂസ് കേട്ടവർക്കറിയാം, 3 രീതിയിലാണ് ക്ലൈമറ്റുകൾ ഈ അമേരിക്കയിൽ തന്നെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ഭയങ്കരമാകുന്ന ചൂട്. ആമേൻ. ഈ ഗ്രാൻഡ് കനേലും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞ അവിടെയൊക്കെ ആരാണ്ടൊക്കെ നടന്നുപോയ ഒരു 110 ഡിഗ്രിയിൽ ചൂടിനകത്ത് ആമേൻ മരിച്ചതായ സംഭവമുണ്ടായി. ചില സ്ഥലങ്ങളിൽ അതുപോലെക്കുള്ളതാകുന്ന ആമേൻ ഹല്ലേലൂയ അരിസോണയിലും മറ്റും അതിൻ്റെ പഴയ സ്ഥലങ്ങളിലായിട്ട് കാലിഫോർണിയയുടെ പല സ്ഥലങ്ങളിലായിട്ട് 115 ഡിഗ്രിയൊക്കെയാണ് ചൂടിനെ കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ഭയങ്കരമാകുന്ന വെള്ളപ്പൊക്കം, മഴ, ഹല്ലേലൂയ, ഭയങ്കരമാകുന്ന കൊടുങ്കാറ്റുകൾ ഓരോ സ്ഥലങ്ങളിൽ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ട്. ആമേൻ. അതുപോലൊക്കെ തന്നെ ഈ സ്ഥലങ്ങളിലും ആമേൻ വേറെ രീതിയിലുള്ള ക്ലൈമറ്റുകൾ, ഇങ്ങനെ 3 രീതിയിലുള്ളതാകുന്ന ക്ലൈമറ്റുകളെ കുറിച്ച് ആമേൻ ക്ലൈമറ്റുകാർ ഹല്ലേലൂയ വെതറുകാർ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, അതെ, ഒരു രാജ്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഈ രാജ്യത്ത് തന്നെ ഏതെല്ലാം നിലയിലാണ് അങ്ങനെ ക്ലൈമറ്റുകൾ പല രീതിയിൽ കഠിനമായി പോകുന്നതായ സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ലോകം ഏതെല്ലാം നിലയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കൂ. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് ലോകം നീങ്ങുന്നു. ലോകത്തെ വീണ്ടെടുക്കുവാനായി ഈ ലോകത്തിലേക്ക് ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഹല്ലേലൂയ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശുമരം തോളിൽ ചുമന്നവനാകുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ പരുപരുത്തതാകുന്ന ആ ക്രൂശുമരം തനിക്ക് എടുക്കുവാൻ കഴിയുന്നതിലും അപ്പുറം ഭാരമേറിയ ക്രൂശുമരം ചുമന്നുകൊണ്ട് ഗോൽഗോഥായിലേക്ക് വന്നം കടന്നുപോയവനായ കർത്താവ്, ആ ക്രൂശിന്മേൽ അവൻ ആണികളാൽ അടിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവൻ്റെ പുറമൊക്കെയും ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറുമാർ. ഹല്ലേലൂയ. 39 അടി അവൻ്റെ പുറത്ത് തന്നെ കൊണ്ടതായ ഹല്ലേലൂയ അനുഭവങ്ങൾ എത്ര മാത്രം ക്രൂരമായി പീഡിക്കപ്പെട്ട് വേദനപ്പെട്ട് 6 മണിക്കൂർ ക്രൂശിന്മേൽ കിടന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പുത്രനാകുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണാം. ലോകത്തിലുള്ള ജനത്തിനു വേണ്ടി പക്ഷപാതം അണയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, ആ ദിവ്യ സ്നേഹത്തെ ഓർത്ത് ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നാം അവനെ ആരാധിക്കുവാനായി കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ സ്നേഹത്തെ നമ്മൾ മറന്നു പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർമ്മയിലായിരിക്കട്ടെ. എനിക്കറിയാമെന്ന് പറയുന്നതല്ല, നമ്മുടെ ഹൃദയം ഹല്ലേലൂയ പകരണം. ദൈവസന്നിധിയിൽ അത് ഓപ്പണാക്കണം. കർത്താവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ക്രൂശുമരം ചുമന്നത്. നീ എന്നെ വീണ്ടെടുക്കുവാനാണ്. എന്നെ പിന്നെയും നിന്റെ തേജസ് അണിയിക്കുവാൻ, നിന്റെ തേജസ്സിന് ഓഹരിക്കാരായി നീ എന്നെ വിളിച്ചല്ല കർത്താവേ. ഹല്ലേലൂയ. നിന്റെ
മഹത്വം പ്രാപിപ്പാനല്ലോ നീ എന്നെ വീണ്ടെടുത്തത്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമായി പോകുവാൻ അനുവദിക്കരുത് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അതാണ് പൗലോസ് പറയുന്നതായ കാര്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകരുത്. നമ്മളെല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനങ്ങളെ അപ്രകാരം പ്രമാണിച്ചുകൊണ്ട് യാതൊരു നിലയിലും പാപത്തിനടിമപ്പെട്ടു പോകാതെ, സാത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ, ദൈവമേ നിന്റെ ഇഷ്ടത്തിനു വേണ്ടി നിന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയുവാൻ കഴിയും? എത്ര പേർ ദൈവത്തോട് പറയുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ഒരു കാരണവശാലും അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ നീ അനുവദിക്കരുത്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പറയാം. നമ്മുടെ തലമുറകൾ അപ്രകാരം ദൈവത്തെ പിൻപറ്റുവാനിടയാകട്ടെ. നമ്മൾ ഹല്ലേലൂയ ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കും. 1 പത്രോസ് 5 അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അല്പകാലത്തേക്ക് നഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവപ്രഭാരിയായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആമേൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, പ്രൈസ് ദി ലോർഡ്, എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നാ പറയുന്നത്? നിത്യ തേജസ്, ഒരിക്കലും മാറിപ്പോകാത്ത. ഹല്ലേലൂയ. ആ നിത്യ തേജസ് പ്രാപിച്ച് അനന്തമായ യുഗായുഗമായ യേശുവിനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്ന ആ സന്തോഷം ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമ്മൾ നന്ദി കരയറ്റണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ എന്നെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ നിത്യ തേജസ് പ്രാപിക്കുവാൻ അതൊരു കാരണവശാലും ശത്രു വഞ്ചിച്ചെടുക്കുവാൻ നീ അനുവദിക്കരുത് കർത്താവേ. ഹല്ലേലൂയ. ദുഷ്ടപിശാച് പലപ്പോഴും അനേകരെ വഞ്ചിച്ച് അവരെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ധനത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ലോകമയത്വത്തിലേക്ക് ഇറങ്ങിപ്പോയി ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ കോടാനുകോടി ആളുകളാണ്. ആ കൂട്ടത്തിൽ ഞാനാകുവാൻ ഒരിക്കലും ഇടയാകരുത്. ഹല്ലേലൂയ. ജീവനെ, നിത്യജീവനെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ആ തേജസ് ഞാൻ കണ്ട കർത്താവിൻ്റെ വരവെങ്കിൽ, അവൻ്റെ കാഹളനാദത്തിങ്കൽ ഹല്ലേലൂയ കണ്ണിമയ്ക്കുന്നതിനിടയിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരോടുകൂടെ എടുക്കപ്പെടുമ്പോൾ നാമും തേജസ് പ്രാപിച്ച് ഈ ശരീരം രൂപാന്തരപ്പെട്ട് ദൈവ തേജസ് പ്രാപിച്ച് അവനോടുകൂടെ അവനെ തേജസ്സിൽ അവൻ്റെ മുഖം കാണും. ഹല്ലേലൂയ. ആ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് ഹല്ലേലൂയ അഭയാചന കഴിക്കുവാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ആ ഉത്തമമായ സമയം ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയാതെ ഹല്ലേലൂയ അതോർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തേജസ്സിൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഭയെ ചേർക്കുവാൻ, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി അവൻ തേജസ്സിൽ ഇറങ്ങി വരും. അന്ന് അവനോടുകൂടെ നാമും ആ തേജസ് അണിഞ്ഞവരായി അവനോടുകൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആശനമേ. തേജസ്സി യേശുവിൻ പൊന്മുഖം ഞാൻ കാണും